അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധമായ ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത് സ്വർഗം കൊതിച്ച സ്വഹാബിയായ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ ആണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ഈന്തപ്പഴം തിന്നു തീർക്കുന്നത് വരെ ഇനി എനിക്ക് ഭൂമിയിൽ നിന്നാൽ അതെനിക്കുണ്ടാകുന്ന ഏറ്റവും കൂടുതലുള്ള ആയുസ്സാണ്. ഇതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞവസാനിച്ചത്. ഓരോ സഹാബികളുടെയും വീര്യം അതായിരുന്നു. അങ്ങനെ പ്രതിസന്ധികളായിരുന്നു ബദറിൻ്റെ എല്ലാ രംഗങ്ങളും. ആ സമയത്താണ് ബദറിലേക്ക് മഹാന്മാരായ മലായിക്കത്തീങ്ങളുടെ രംഗപ്രവേശനമുണ്ടായത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ, വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ. ബദറിൽ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങളെ അല്ലാഹു സഹായിച്ചു. വാൻതും അതില്ല, നിങ്ങളന്ന് വളരെ ബലഹീനരായിരുന്നു. നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. വളരെ ബലഹീനനായിരുന്നു. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, ഇനി നിങ്ങൾക്ക് വേണ്ടത് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. ലോകത്തുള്ള ഓരോ മുസ്ലിമും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു ആജ്ഞയാണ്, അള്ളാഹുവിൻ്റെ വാക്കാണിത്. നിങ്ങൾ ബദറിൽ വളരെ നിന്ദ്യരായിരുന്നു. നബിതങ്ങൾ വരെ ആത്മവീര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ദുആ ചെയ്തതെന്താ? ഈ ചെറുസംഘത്തെ ഈ മണ്ണിൽ വെച്ചുകൊണ്ട് നീ നശിപ്പിച്ചാൽ ഇനി നിന്നെ ആരാധിക്കുന്ന ഒരാൾ പോലും ഖിയാമത്ത് നാൾ വരെ ഈ മണ്ണിൽ ജന്മമെടുക്കില്ല എന്നതായിരുന്നു. റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരാകുന്ന സമയത്ത് നിങ്ങളെ നമ്മൾ സഹായിച്ചു, അള്ളാഹു സഹായിച്ചു. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, മുസ്ലിമീങ്ങളെ നിങ്ങളിനി തഖ്വയോടുകൂടെ ജീവിക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾ നന്ദിയുള്ളവരായി മാറുകയുള്ളൂ. ഇത് തഖൂലു ലിൽ മുഅ്മിനീന അലൻ യക്ഫിയക്കും അൻ യുമിദ്ദക്കും റബ്ബുക്കും ബിസലാസതി ആലാഫിൻ മിനൽ മലായികത്തി മുൻസിലീൻ. മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ നമ്മൾ ആയിരത്തോളം വരുന്ന മലായികത്തിനെ ഇറക്കിക്കൊണ്ട് സഹായിക്കും. ബല ഇൻ തസ്ബിറു വതഖ്തുലു വയഅതൂനകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുക്കും റബ്ബുക്കും ബിഖംസതി ആലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ. നിങ്ങൾ ക്ഷമിക്കുക, എങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം നിങ്ങൾക്കെത്തും എന്ന് അള്ളാഹു തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ യുദ്ധം നടക്കുന്നതിനിടയിൽ മഹാന്മാരായ സ്വഹാബികൾ പറയുന്നത് കാണാം, ഞങ്ങൾ അമ്പരപ്പിച്ചുകൊണ്ട് അസ്ഹഖത്തിൻ നുഫൂസു വതതായറത്തിർ റൂസു. ഇങ്ങനെ ഞങ്ങൾ വാളുകൊണ്ട് ഇങ്ങനെ വെട്ടാൻ വേണ്ടി പോകുമ്പോഴേക്കും ചില ആളുകളുടെ തല അവരുടെ ഉടലിൽ നിന്ന് പറന്നു പോകുന്നത് കാണാം. എന്താ കാരണം? മലായിക്കത്തുൽ കിറാം അവരുടെ തലയെടുത്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ സന്തോഷമായി മലായിക്കത്തിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ട്. ഇങ്ങനെ വിഷമത്തോടുകൂടെ തലതാഴ്ത്തിയിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല പൊക്കിയിട്ട് പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ, ഹാദാ ജിബ്രീലു അലാ സനായാഹുൻ നഖ. ഇത് ജിബ്രീലും കൂട്ടരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കിനി സന്തോഷിക്കാം. വകാന റഅ്സു റജുലി മിനൽ കുഫാരി യതീറു ലാ യദ്രി മൻ ദറബഹു. കുഫാർ ശത്രുപക്ഷത്തിലെ ഓരോരുത്തരുടെ തലകൾ ഇങ്ങനെ പറന്നു പോകുന്നു. ലാ യദ്രി മൻ ദറബഹു, ആരാണ് ആ തലയെ വെട്ടിയിട്ടത് എന്നുപോലും അറിയുന്നില്ല. വകാനത്ത് യദുഹു തതീറു ലാ യദ്രി മൻ ദറബഹ, ചില ആളുകളുടെ കൈകൾ ഇങ്ങനെ പറന്നു പോകുന്നു ശരീരത്തിൽ നിന്ന് അറ്റിട്ട്. ലാ യദ്രി മൻ ദറബഹ, ആരാണ് കൈ മുറിച്ചിട്ടതെന്നറിയുന്നില്ല. മഹാത്ഭുതം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി സ്വഹാബത്തുൽ കിറാം, ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ബദറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നബി തങ്ങളുടെ ആ പ്രാർത്ഥനയാണ്. അള്ളാഹു അവിടെ നിന്ന് നൽകിയ വാഗ്ദാനം അത് നിറവേറ്റുകയും ചെയ്തു. ആയിരക്കണക്കിന് വരുന്ന മലായിക്കത്തുൽ കിറാമിനെ ബദറിലേക്ക് ഇറങ്ങി. നിരായുധരായ പാവങ്ങളായ, ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായ പാവപ്പെട്ട അസ്ഹാബുൽ ബദറിനെ അള്ളാഹു ആ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് സഹായിക്കുകയാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഒരുപാട് മുഅ്ജിസത്തുകൾ, അമാനുഷികതകൾ ആ യുദ്ധമുഖത്ത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ബഹുമാനപ്പെട്ട ഉക്കാശ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഒരു വാളുമായി പടപൊരുതുകയാണ്. ഒരു വാളുമായി പടപൊരുതുമ്പോൾ ഉക്കാശ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് പൊട്ടിപ്പോയി. വേറെ ഒരു വാളെടുക്കാൻ അവിടെ നിന്നില്ല. ആ ഒരൊറ്റ വാള് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഉക്കാശ് റളിയല്ലാഹു അൻഹു വിഷമത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് പൊട്ടിയ വാളുമായി ഓടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്യും? ഒരു സന്നാഹമില്ലാതെയാണല്ലോ ബദറിലേക്ക് വന്നത്. നബി തങ്ങൾ തൊട്ടപ്പുറത്തരികിലുള്ള ആ ഈന്തപ്പനക്കുലയുടെ തണ്ട് അതെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉക്കാശ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഖാത്തിൽ ബിഹാദിഹി യാ ഉക്കാശ, ഇതുപയോഗിച്ച് നീ യുദ്ധം ചെയ്തോ, ഈന്തപ്പന തണ്ടുപയോഗിച്ച് നീ യുദ്ധം ചെയ്തോ എന്ന് പറയുകയുണ്ടായി. ഉക്കാശ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ ഈന്തപ്പനയുടെ ഉണങ്ങിയ തണ്ട് നബിതങ്ങളിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഫഅദ സൈഫൻ ഫി യദിഹി തവീലുൽ ഖാമ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ വാളായി ആ ഈന്തപ്പന തണ്ട് മാറുകയുണ്ടായി. നബിതങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്, അമാനുഷികതയുടെ ഭാഗമാണ്. ഈ മുഅ്ജിസത്തിൻ്റെ അംശങ്ങളാണ് കറാമത്തായിക്കൊണ്ട് മഹാന്മാരായ ഔലിയ ഉൽ കിറാമിനുണ്ടാകുന്നത്. മഹാനായ ഉക്കാശ് റളിയല്ലാഹു അൻഹു ആ ഈന്തപ്പന തണ്ട് വാളായി മാറിയത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ നടത്തുകയുണ്ടായി. ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകി. ബദർ വിജയിച്ചു. ആ വാളുപയോഗിച്ച് ഒരുപാട് ആളുകളെ ശത്രുപക്ഷത്തെ മുസ്ലിമീങ്ങൾക്കെതിരിൽ വരുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, പ്രതിരോധത്തിൻ്റെ സമരങ്ങളിൽ നേതൃത്വം നൽകുകയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തു. ഹബീബിൻ്റെ കരങ്ങളിൽ നിന്ന് കിട്ടിയ ആ വാളായിരുന്നു മഹാനായ ഉക്കാശ് റളിയല്ലാഹു അൻഹുവിനെ പ്രചോദനമായി ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ഉക്കാശ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ഇവരൊക്കെ നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. അതാണ് ബദരീങ്ങളുടെ മഹത്വവും അതാണ്. അങ്ങനെ പിന്നീടൊരു രംഗം വളരെ കരളലിയിപ്പിക്കുന്ന രംഗമാണ്. കുഫാറുകളുടെ നേതാവ്, യുദ്ധ കമാൻഡർ, ശത്രുപക്ഷത്തിൻ്റെ നേതാവ് അബൂജഹലാണ്. ഈ അബൂജഹൽ നിൽക്കുന്നിടത്ത് ഒരുപാട് അണികളുമുണ്ട് ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായിക്കൊണ്ട്. അബൂജഹലിനോട് അണികൾ പറയുന്നു, അബുൽ ഹക്കം, നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്, ഇറങ്ങിയാൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. എന്താ സംഭവം? മഹാനവറുകൾ പറയുക, ഇന്നി ലവാഖിഫുൻ യൗമ ബദർ, ഞാനിങ്ങനെ ബദർ യുദ്ധത്തിൻ്റെ അന്ന് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഫനലർത്തു അൻ യമീനി വശിമാലി, ഞാൻ എൻ്റെ വലത്തോട്ടും ഇടതുഭാഗത്തേക്കും ഞാനിങ്ങനെ നോക്കി. അത് നോക്കുമ്പോൾ ഫൈദൻ അന ബൈന ഗുലാമൈനി മിനൽ അൻസാർ ഹദീസത്തി അസ്നാനിഹിമ, ഞാൻ നിൽക്കുന്നത് ചെറിയ രണ്ട് കുട്ടികൾക്ക് മധ്യത്തിലാണ്. അൻസാറുകളിൽപ്പെട്ട ചെറിയ രണ്ട് കുട്ടികൾ
എൻ്റെ ഇടതുഭാഗത്തും എൻ്റെ വലതുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുന്നു. ആ രണ്ട് കുട്ടികൾക്കു മധ്യയാണ് ഞാൻ നിൽക്കുന്നത്. ഫതമന്നൈതു അൻ നകൂന ബൈന അദ്ലുഉം മിൻഹുമാ. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, വളരെ സമ്പന്നനായ സ്വഹാബിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, ഇവരെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൊതിച്ചുപോയി, ഞാനെങ്ങാനും അവരുടെ വാരിയല്ലായി മാറിയിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചുപോയി. എനിക്കത്രയും ആവേശമുണർന്നു. എൻ്റെ വലതുഭാഗത്തുള്ളതും അൻസാറുകളിൽപ്പെട്ട ചെറിയൊരു കുട്ടി, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നതും അൻസാറുകളിൽ നിന്നുള്ള ചെറിയൊരു കുട്ടി. അങ്ങനെ ഞാൻ അവരിലേക്ക് തിരിഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അമ്മ, യാ അമ്മ, ഓയിക്ക, അതാരിഫു അബാ ജഹൽ. ആ കുട്ടികൾ ചോദിക്കുക, അതാരിഫു അബാ ജഹൽ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ? ആരെയാണ് തിരയുന്നത്? അബൂജഹലിനെയാണ് തിരയുന്നത് ആ കുട്ടികൾ ബദർ യുദ്ധത്തിൽ. നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ? ഫഖുൽതു, കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് വന്ന സ്വഹാബിയാണ്. അബൂജഹലിനെ നേരത്തെ കണ്ട് പരിചയമുണ്ട്. ഇവർ അൻസാറുകളാണ്, മദീനയിൽ തന്നെയുള്ള കുട്ടികളാണ്. ഇവർക്ക് അബൂജഹലിനെ മുഖപരിചയമില്ല. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഈ കുട്ടികളോട് പറഞ്ഞു, നഅം, അതെ, എനിക്ക് അബൂജഹലിനെ അറിയാം, കണ്ടാൽ അറിയാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ചോദിച്ചു, മാ ഹാജത്തുക ഇലൈഹി, എന്തിനാണ് നിങ്ങൾക്ക് അബൂജഹലിനെ, എന്തിനാണ് അബൂജഹലിനെ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, എന്താ പറഞ്ഞത്? പിന്നെ ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ വെച്ചുകൊണ്ട് പിന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന വിവരം, അബൂജഹൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വല്ലദീ നഫ്സി ബിയദിഹി ലഇൻ റഅയ്തുഹു ലാ യുഫാരിഖു സവാദി സവാദഹു ഹത്താ യമൂതൽ അജ്ലു മിന്നാ. ഞാനെങ്ങാനും അബൂജഹലിനെ കാണുകയാണെങ്കിൽ അബൂജഹലിനെ കൊല്ലാതെ ഞാൻ വിടില്ല. ആരാ പറയുന്നത്? ചെറിയ പ്രായത്തിലുള്ള ചെറിയൊരു കുട്ടി. എന്താ കാരണം? ഹബീബിനോടുള്ള സ്നേഹം. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, അബൂജഹൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത വിളിച്ചു. ഇത് ഈ കുട്ടി അറിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പ്രതികാരം തീർക്കണം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, ഫതഅജ്ജബ്തു ലിദാലിക, ഇത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഫഗമസനിൽ ആഖർ, അങ്ങനെ ആദ്യം ഒരു കുട്ടി എന്നോട് പറഞ്ഞു, മറ്റേ കുട്ടിയും എന്നെ തോണ്ടിയിട്ട് ഫഖാല ലി ഐലം മിസ്ലഹ, ഇതുപോലെ മറ്റേ കുട്ടിയും എന്നോട് പറഞ്ഞു, അബൂജഹലിനെ അറിയുമെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാട്ടിത്തരണം, അയാളെ കൊല്ലാനാണ്. സുമ്മൽ അൽബസ് അൻ നദർതു ഇല അബീ ജഹൽ വഹുവ യജൂലു ഫിന്നാസ്. പിന്നെ ഞാൻ അബൂജഹലിനെ തിരയുന്ന തിരക്കിലായി. ഈ കുട്ടികൾക്ക് അബൂജഹലിനെ ഒന്ന് കാട്ടിക്കൊടുക്കണം. അങ്ങനെ യജൂലു ഫിന്നാസ്, അവസാനം അബൂജഹലിനെ ഞാൻ കണ്ടു. അയാളത് അവരുടെ അണികൾക്കിടയിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നു. ഫഖുൽതു, ആ സമയത്ത് ആ കുട്ടികളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അലാ തറയാൻ, നിങ്ങൾ കണ്ടോ? ഹാദാ സാഹിബുക്കുമുല്ലദീ തസ്അലാനി അൻഹു, ഇതാണ് നിങ്ങൾ അന്വേഷിച്ചയാള്, ഇതാണ് നിങ്ങൾ എന്നോട് അന്വേഷിച്ചയാള് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ കുട്ടികൾക്ക് അബൂജഹലിനെ കാട്ടിക്കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ ഫബ്തദറാഹു ബിസൈഫിഹിമാ, രണ്ടുപേരും അവരുടെ കരങ്ങളിലുണ്ടായിരുന്ന വാളുമായി അബൂജഹലിന് നേരെ പാഞ്ഞെടുത്തു. ഫല്ലറബാഹു ഹത്താ ഖതലഹു, ആ രണ്ട് പിഞ്ചോമനകളും അബൂജഹലിനെ വെട്ടുകയും അബൂജഹലിനെ കൊല ചെയ്യുകയും ചെയ്തു, കൊന്നുകളയുകയും ചെയ്തു. കണ്ടോ, അഹങ്കാരിയായിക്കൊണ്ട് ബദറിലേക്ക് പാഞ്ഞെടുത്ത അബൂജഹൽ നിന്ദ്യനാവുകയാണ്. ഏതെങ്കിലും അൻസാറുകളുടെ നേതാവിൻ്റെ കരങ്ങളെ കൊണ്ടോ മുഹാജിരീങ്ങളായ സ്വഹാബികളുടെ നേതാവിൻ്റെ കരങ്ങളെ കൊണ്ടോ അല്ല ബദറിൽ അബൂജഹലിൻ്റെ അന്ത്യം അള്ളാഹു ഖദാ ആക്കിയത്. വളരെ നിന്ദ്യനായിക്കൊണ്ട് അബൂജഹലിൻ്റെ അന്ത്യം കുറിക്കുന്നത് അൻസാറുകളിൽപ്പെട്ട ചെറിയ രണ്ട് പൊടിമക്കളുടെ കരങ്ങളെ കൊണ്ടാണ്.
ആ 2 പൊടിമക്കളും അബൂജഹലിനെ കൊന്നുകളഞ്ഞു. ثم احترز رأسه ابن مسعود رضي الله عنه وجاء به إلى النبي صلى الله عليه وسلم. ആ കുട്ടികൾ അബൂജഹലിൻ്റെ തലയെടുത്ത് റസൂലുള്ളാഹിൻ്റെ സന്നിധിയിലേക്ക് വരാൻ ഒരുങ്ങിയെങ്കിലും അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. ഇത് കണ്ടപ്പോൾ ഫക്കബ്ബറ വഹമിദല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ തക്ബീർ ധ്വനികൾ മുഴക്കി. യുദ്ധം വിജയിച്ചു പോയി. അള്ളാഹുവിനെ സ്തുതിച്ചു. ഫഖാല, എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ആ ചേതനയേറ്റ് കിടക്കുന്ന അബൂജഹലിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, ഹാദാ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ അബൂജഹലാണ് ഈ ഉമ്മത്തിൻ്റെ ഫറോവ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എതിരാളിയായിരുന്ന ഫറോവ, ചരിത്രത്തിലെ ആദ്യ ഫറോവ അതാ. എങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഈ ഫറോവയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അതിശക്തനായ ധീരാളിയായ ഒരു യോദ്ധാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അതുപോലെ അബൂജഹലും വളരെ ധീരനായ ശക്തിയുള്ള ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് അബൂജഹലിനെ കൊണ്ടും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത തലവേദന. റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ, 2-ൽ ഒരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണമേ എന്ന്. ഒന്നുകിൽ അബൂജഹലിനെ നീ മുസ്ലിമാക്കണം, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നീ മുസ്ലിമാക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അബൂജഹൽ നിന്ദ്യനായിക്കൊണ്ട് ആ കുട്ടികളുടെ കരങ്ങളാൽ ബദർ യുദ്ധത്തിൽ വധിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ബദറിൻ്റെ ചരിത്രം. അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചു. അള്ളാഹുവിൻ്റെ സഹായം മുഴുവനും ഉണ്ടായി. ആയുധം ഒന്നിയൊന്നു മാത്രം, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ ബറക്കത്തും കാവലും നമ്മുടെ ജീവിതത്തിലൂടെ നീളം നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.